നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് വിഷയത്തിൽ ദിലീപിന്റെ ഹർജി തള്ളി. മെമ്മറി കാർഡ് കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഉമേഷ്, സമഗ്ര വിവരങ്ങൾ. വിനീഷ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നായിരുന്നു ജില്ലാ ജഡ്ജി നടത്തിയ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് നൽകണം എന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതി സമീപിച്ചിരുന്നു. അതിജീവിതയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് നടൻ ദിലീപ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതായത് തീർപ്പാക്കിയ ഹർജിയിലാണ് മൊഴിപ്പകർപ്പ് നൽകാൻ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ഈ അതിജീവിതയുടെ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നുമായിരുന്നു അപ്പീലിൽ ദിലീപിന്റെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ച് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ദിലീപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റേത് അനുബന്ധ ഉത്തരവാണ് ആയിരുന്നു അതിജീവിതയുടെ വാദം. തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ട സംഭവമാണെന്നും മൊഴിപ്പകർപ്പ് നൽകരുത് എന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ല എന്നും അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയുടെ ഈ വാദങ്ങൾ അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ അപ്പീൽ തള്ളുകയായിരുന്നു. ജസ്റ്റിസുമാരായ M നഗരേഷ്, PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീലിൽ വാദം കേട്ട് പറഞ്ഞത്. വിനീഷ, നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് വിഷയത്തിൽ ദിലീപിന്റെ ഹർജി തള്ളി. മെമ്മറി കാർഡ് കേസിലെ അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുത് എന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം. ഈ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. KM ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.